ഇന്ത്യൻ ഫുട്ബോളിന്റെ ദുരവസ്ഥയെക്കുറിച്ച് തന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ വളരെ രൂക്ഷമായിട്ട് പ്രതികരിക്കുകയാണ് പഴയ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനും കോച്ചും ക്യാപ്റ്റനും ഒക്കെ ആയിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ സീസണിലെ ക്യാപ്റ്റനും കോച്ചും ഒരാളായിരുന്നല്ലോ ഗോൾ കീപ്പറായിട്ടുള്ള ഡേവിഡ് ജെയിംസ് ഇന്ത്യൻ ഫുട്ബോളിലെ ഈ ദുരവസ്ഥയെക്കുറിച്ച് വളരെ രൂക്ഷമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. ആരെങ്ങനെ പ്രതികരിച്ചിട്ട് എന്ത് കാര്യം? ഈ ഒരു സിസ്റ്റം നടത്തിക്കൊണ്ട് പോകുന്നത് ഇവിടുത്തെ കിഴങ്ങന്മാരാണല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രതികരണത്തിനൊന്നും വലിയ കാര്യമില്ല. പക്ഷെ പുള്ളി പറയുന്നതൊക്കെ കറക്റ്റ് കാര്യം തന്നെയാണ്. കാരണം ഒരു രാജ്യത്തിൻ്റെ ടോപ്പ് ഡിവിഷൻ ഫുട്ബോൾ ലീഗിൻ്റെ ബ്രോഡ്കാസ്റ്റിങ്ങും ടെലികാസ്റ്റിങ്ങും ഒന്നും ഏറ്റെടുക്കാൻ ആളില്ലാതെ വരികയാണെങ്കിൽ അത് മൊത്തത്തിലുള്ള നഷ്ടത്തിലേക്ക് നയിക്കപ്പെടും. കാരണം ഫുട്ബോളിൽ പുതിയ തലമുറകൾ ഉണ്ടായി വരണമെങ്കിൽ ഇതിനൊക്കെ എഫക്റ്റീവായിട്ടുള്ള ടെലികാസ്റ്റിങ്ങും സ്ട്രീമിങ്ങൊക്കെ ഉണ്ടാവണം. സ്ക്രീനിൽ കാണുന്ന കാര്യങ്ങൾ പലപ്പോഴും യുവതലമുറയെ ഇൻസ്പയർ ചെയ്യും. ആ ഐതിഹാസികതകൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ചൈൽഡായിട്ടുള്ള താരങ്ങൾ ശ്രമിക്കും. ഫുട്ബോളിൻ്റെ അടിസ്ഥാന എന്താണ് പറയുന്നത്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നത് പോലെ തന്നെ വളരെ അനാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് ടെലികാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒരുക്കേണ്ടത്. അപ്പം യുവതലമുറയെ അല്ലെങ്കിൽ വരുന്ന തലമുറയെ തങ്ങളുടെ സ്വപ്നങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതിന് ഇത്തരത്തിലുള്ള സ്ട്രീമിങ്ങുകൾക്കും ടെലികാസ്റ്റുകൾക്കും വിഷ്വൽ സ്റ്റോറി ടെല്ലിങ്ങിനൊക്കെ പങ്കുണ്ട്. അതൊക്കെ വേണം എന്നാണ് പറയുന്നത്. ഇതൊക്കെ നമുക്കും അറിയാം. പക്ഷേ ഈ ഒരു സിസ്റ്റം നടത്തുന്നത് ഇവിടുത്തെ മൊണ്ണകളാണ്, ഇവന്മാർക്ക് കഴിവില്ലാത്തവന്മാരാണ്, ഇവന്മാർ മൊത്തം കുട്ടിച്ചോറാക്കും എന്നുള്ള റിയാലിറ്റി ഉൾക്കൊണ്ടുകൊണ്ട് ഡേവിഡ് ജെയിംസിൻ്റെ കരച്ചിലിനോട് പൊരുത്തപ്പെടുവാൻ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. അല്ലാതെ ഈ കരച്ചിൽ കൊണ്ടൊന്നും ഇവിടെ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ഡേവിഡ് ജെയിംസൺ ഇപ്പോൾ പറയുന്നത് വർഷങ്ങളായിട്ട് നമ്മൾ പറയുന്നതാണ്, കേൾക്കുന്നതാണ്. ബട്ട് ഇവിടുത്തെ ചെറ്റകൾക്ക് ഇതൊന്നും മാറ്റാനൊരു താല്പര്യമില്ല എന്നുള്ളതാണ് വസ്തുത.